ഏറ്റവും യുക്തമായ ഉപായമാണ് താൻ അവലംബിച്ചതെന്ന് വിക്രമാദിത്യന് തോന്നി. തൻ്റെ മുന്നിൽ മറ്റു വഴികളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കാളിദാസനെ തിരികെ ഉജ്ജയിനിയിലേക്ക് കൊണ്ടുവരാൻ അശ്വാരൂഢനെ അയച്ചില്ല. പുതിയ രചനയെ വാനോളം പുകഴ്ത്തി. എത്രയും വേഗം കാളിദാസൻ്റെ വരവ് ഉജ്ജയിനി കാത്തിരിക്കുകയാണെന്ന സന്ദേശം മാത്രം രാമഗിരിയിലേക്ക് അയച്ചു. കാളിദാസൻ്റെ പ്രവാസകാലം തീരും മുമ്പേ രാജസഭയുടെ അഭിപ്രായപ്രകാരം വിക്രമാദിത്യൻ മല്ലികയ്ക്ക് സ്വയംവരം തീരുമാനിച്ചു. വിക്രമാദിത്യന് മല്ലികയുടെ മനസ്സ് അറിയാമായിരുന്നു. വിദ്യോത്തമയും മല്ലികയുടെ ചിന്താഗതി മനസ്സിലാക്കിയിട്ട് ആ വിവരം വിക്രമാദിത്യനെ അറിയിച്ചു. മല്ലികയെ മറ്റൊരു വിവാഹത്തിന് പ്രേരിപ്പിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ലെന്ന് വ്യക്തമായി മനസ്സിലാക്കി. എങ്കിലും മല്ലികയ്ക്ക് സ്വയംവരം തീരുമാനിക്കേണ്ടത് രാജനൈതികമായ ആവശ്യമാണെന്ന് വിക്രമാദിത്യന് അറിയാമായിരുന്നു. മന്ത്രിസഭാംഗങ്ങളുടെയും രാജ്യസഭാ അംഗങ്ങളുടെയും അഭിപ്രായങ്ങൾ തള്ളിക്കളയാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നില്ല. ആര്യാവർത്തത്തിൽ ഇന്ന് മാളവം വളരെ ശക്തമായ രാജ്യമാണ്. ഈ ശക്തി വർദ്ധിപ്പിക്കേണ്ടത് ആവശ്യമാണ്. പശ്ചിമാതിർത്തിയിൽ എന്നും ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് മറ്റേതെങ്കിലും ഒരു ശക്തമായ രാജ്യവുമായി ബന്ധമുണ്ടാക്കേണ്ടത് അനിവാര്യമാണ്. കലിംഗവുമായോ മഗധയുമായോ മറ്റേതെങ്കിലും ഒരു രാജ്യമായോ ഒരു വിവാഹബന്ധം ഉജ്ജയിനിയെ കൂടുതൽ ശക്തിപ്പെടുത്തും. അമരസിംഹൻ കാളിദാസനെക്കുറിച്ച് വിക്രമാദിത്യനുമായി സംസാരിച്ചു. എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അധികം ചർച്ചാവിഷയമാകേണ്ടതില്ല എന്ന് അവർ തീരുമാനിച്ചു. രഹസ്യമായി നീക്കങ്ങൾ നടത്തി. രാജകുലങ്ങളിലേക്ക് സന്ദേശങ്ങൾ എത്തിച്ചിട്ട് 7 ദിവസം മുമ്പ് മാത്രം ഉജ്ജയിനിയിൽ കുമാരിയുടെ സ്വയംവരത്തെക്കുറിച്ചുള്ള വിളംബരമുണ്ടായി. മല്ലികയ്ക്ക് ആശ്ചര്യവും സങ്കടവും രോഷവുമെല്ലാം തോന്നി. ജ്യേഷ്ഠൻ തൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി ഇങ്ങനെയൊരു നീക്കം നടത്തുമെന്ന് കരുതിയിരുന്നില്ല. അറിയിപ്പുകൾ പോയി കഴിഞ്ഞിരുന്നു. സ്വയംവരത്തിൽ പങ്കെടുക്കുന്നത് രാജകുമാരന്മാരായിരിക്കും. അതിൽ സാധാരണക്കാർക്ക് പങ്കെടുക്കാൻ അനുവാദം നൽകുകയില്ല. പിന്നെ കാളിദാസൻ രാമഗിരിയിലാണ്. അദ്ദേഹത്തെ ജ്യേഷ്ഠൻ വിവരമറിയിക്കുമെന്ന് കരുതാൻ വയ്യ. ആരെയെങ്കിലും രാമഗിരിയിലേക്ക് അയക്കാൻ ജ്യേഷ്ഠൻ്റെ സഹായം ലഭിക്കില്ല. നിചുലൻ കാളിദാസൻ്റെ ഏറ്റവും വിശ്വസ്തനായ സുഹൃത്താണ്. പക്ഷേ അദ്ദേഹം എത്ര തന്നെ ശ്രമിച്ചാലും രാമഗിരിയിൽ വിവരമെത്തിയിട്ട് കാളിദാസന് ഇവിടെ എത്തിച്ചേരാനാവില്ല. ഇനി അഥവാ ഉടൻ തന്നെ നുജലൻ പോവുകയും കാളിദാസനെ കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യാം എന്ന് തീരുമാനിച്ചാൽ തന്നെയും മഹാരാജാവ് വിക്രമാദിത്യൻ്റെ തീരുമാനത്തിനോ ഇച്ഛയ്ക്കോ അപ്പുറം ഉജ്ജയിനിയിൽ ഒന്നും നടക്കുകയില്ല. സ്വയംവരത്തിനു മുമ്പ് കാളിദാസൻ ഉജ്ജയിനിയിൽ കാലുകുത്തേണ്ട എന്ന് അദ്ദേഹം തീരുമാനിച്ചാൽ അതേ നടക്കൂ. കർക്കശമായ കുറ്റമറ്റ ഭരണ സംവിധാനം അദ്ദേഹം നടപ്പാക്കിയിട്ടുണ്ട്. പ്രത്യക്ഷത്തിൽ എല്ലാവർക്കും എല്ലാ സ്വാതന്ത്ര്യങ്ങളും ഉണ്ടായിരുന്നെങ്കിലും രാജകീയ ഇച്ഛകൾക്ക് വിരുദ്ധമായി എന്തെങ്കിലും പ്രവർത്തിക്കാൻ ആരെയും അനുവദിച്ചിരുന്നില്ല. മല്ലികയെ വിക്രമാദിത്യൻ പലതും പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. രാജനൈതിക ബന്ധങ്ങളുടെ അനിവാര്യത, രാജ്യസഭയുടെ തീരുമാനത്തിനെതിരെ തീരുമാനമെടുക്കാനാവാത്ത നിസ്സഹായത, കവി എന്ന നിലയിൽ മാത്രമുള്ള കാളിദാസൻ്റെ വ്യക്തിത്വം, രാജകുമാരിക്ക് ഒരു കവി വരനാകുക എന്നത് പാരമ്പര്യത്തിനും രാജവംശത്തിൻ്റെ അഭിമാനത്തിനും അനുയോജ്യമല്ലെന്ന നിലപാട്, എല്ലാ കാര്യങ്ങളും മല്ലികയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. മല്ലിക ബോധ്യപ്പെടാൻ തയ്യാറായിരുന്നില്ല. താൻ ജീവിക്കുന്നെങ്കിൽ കാളിദാസനോടൊപ്പം ജീവിക്കുമെന്ന് വ്യക്തമാക്കി. ആരുടെയെങ്കിലും കണ്ടത്തിൽ വരണമാല്യം അണിയിക്കുമെങ്കിൽ അത് കാളിദാസൻ്റെ കണ്ടത്തിൽ മാത്രമായിരിക്കുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. അതുവരെ ഇല്ലാതിരുന്ന തൻ്റെ ഇടവും ധൈര്യവും മല്ലികയിൽ വിക്രമാദിത്യനെ കാണാൻ സാധിച്ചു. പിന്നീട് മല്ലികയുമായി വിക്രമാദിത്യൻ അധികം ചർച്ചകൾ നടത്തിയില്ല. ക്ഷേമാന്വേഷണങ്ങൾ നടത്തിയില്ല. വിദ്യോത്തമ കുമാരിക്ക് നല്ലത് വരുമെന്നും അല്ലാത്തതൊന്നും സംഭവിക്കാൻ ജ്യേഷ്ഠൻ ഇടയാക്കുകയില്ല എന്നും കുമാരിയെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. മല്ലികയുടെ തീരുമാനവും ഉറച്ചതായിരുന്നു. വിക്രമാദിത്യൻ സ്വന്തം നിലയിൽ കാര്യങ്ങൾ തീരുമാനിച്ചതുപോലെ മല്ലികയും കഴിയുന്നത് ചെയ്തു. നിചുലനെ വിളിക്കാൻ ആളയച്ചു. കാളിദാസനോട് പോലും പറഞ്ഞിട്ടില്ലാത്ത സത്യം മല്ലിക ആദ്യമായി നിചുലനോട് പറഞ്ഞു. കാളിദാസനെയല്ലാതെ ആരെയും വിവാഹം കഴിക്കുകയില്ല എന്ന് മല്ലികയുടെ ദൃഢനിശ്ചയമായിരുന്നു. നിചുലന് അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല.
കാരണം മല്ലിക തൻ്റെ മുന്നിൽ മനസ്സ് തുറന്നിരിക്കുന്നു. നേരിട്ടും മേഘദൂതത്തിലൂടെയും കാളിദാസൻ്റെ മനസ്സും തിരിച്ചറിയാൻ കഴിഞ്ഞിരിക്കുന്നു. നിചുലൻ മല്ലികയ്ക്ക് ഉറപ്പുകൊടുത്തു. കാളിദാസൻ സ്വയംവര മണ്ഡപത്തിൽ ഉണ്ടാകും. മല്ലിക ഇടംവലം നോക്കാതെ, രാജവംശത്തിൻ്റെ വാദഗതികൾ പരിഗണിക്കാതെ, സ്വയംവരത്തിൽ പങ്കെടുക്കുന്നവരുടെ പ്രതികരണങ്ങൾ എന്തെന്ന് ചിന്തിക്കാതെ കാളിദാസൻ്റെ കഴുത്തിൽ വരണമാല്യം ചാർത്തുക. എങ്ങനെയെന്നത് രഹസ്യമായിരിക്കട്ടെ. തന്നെ വിശ്വസിക്കുക. ഏതു സാഹചര്യത്തിലും മറ്റൊരു കഴുത്തിൽ വരണമാല്യം ചാർത്താതിരിക്കുക എന്നു മാത്രമേ നിചുലൻ മല്ലികയോട് പറയുകയുണ്ടായിരുന്നുള്ളൂ. നിചുലൻ മല്ലികയെ ആശ്വസിപ്പിച്ചു. ആചാരങ്ങളെ ലംഘിക്കാനോ കീഴ്വഴക്കങ്ങളെ അംഗീകരിക്കാതിരിക്കാനോ വിക്രമാദിത്യൻ തയ്യാറായില്ല. കുമാരി ആരെയെങ്കിലും വരണമാല്യമണിയിച്ചാൽ അതാരാണെങ്കിലും അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറാകും. പക്ഷേ തനിക്കിഷ്ടമില്ലാത്തയാളുടെ കഴുത്തിൽ വരണമാല്യമണിയിക്കാൻ ഇടയാകരുത്. വിക്രമാദിത്യന് കാളിദാസന് ഇഷ്ടമല്ല എന്ന് പറയാനാവില്ല. കവിയെന്ന നിലയിലും ഒരു വ്യക്തിയെന്ന നിലയിലും കാളിദാസൻ്റെ ഔന്നത്യത്തെ അദ്ദേഹം അംഗീകരിക്കുക തന്നെ ചെയ്യുന്നു. അദ്ദേഹത്തെ സ്നേഹിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് കുമാരി ധൈര്യമായി സ്വയംവരത്തിന് തയ്യാറായിക്കൊള്ളൂ. നിചുലൻ തീർത്തും രഹസ്യമായി ചില കാര്യങ്ങൾ ചെയ്തു. എന്നാൽ ഉജ്ജയിനിയിൽ നിന്ന് സന്ദേശവാഹകരെ രാമഗിരിയിലേക്ക് അയക്കുകയോ സ്വയം പോകാൻ തയ്യാറാകുകയോ ചെയ്തില്ല. അതുകൊണ്ട് പ്രയോജനമുണ്ടെന്ന് തോന്നിയില്ല. മറിച്ച് ഒരു ചെറിയ ഉപായം കൊണ്ട് കാര്യം സാധിക്കാമെന്നും അനന്തര സംഭവങ്ങളെ നേരിടാൻ ആർക്കും ആവില്ലെന്ന് അത് മല്ലികയ്ക്കനുകൂലമാകുമെന്നും നിചുലന് ബോധ്യമുണ്ടായിരുന്നു. തങ്ങളുടെ കുമാരി മല്ലികയുടെ സ്വയംവരത്തിന് ഉജ്ജയിനിയിലെ ജനങ്ങൾ ഉത്സാഹപൂർവ്വം തയ്യാറെടുത്തു. നാടെങ്ങും ആഘോഷമായിരുന്നു. നഗരവീഥികളെല്ലാം ഒറ്റ ദിവസം കൊണ്ട് തന്നെ അലങ്കരിക്കപ്പെട്ടു. ഗ്രാമാന്തരങ്ങളിൽ നിന്നുപോലും ആളുകൾ രാജകുമാരിക്ക് ഉപഹാരങ്ങൾ എത്തിക്കാൻ തുടങ്ങി. 7-ാം നാൾ സ്വയംവര മണ്ഡപമൊരുങ്ങി. തോഴിമാരാൽ അനുഗതയായി മല്ലിക സ്വയംവര മണ്ഡപത്തിലെത്തി. ശംഖനാദം ഉച്ചത്തിൽ മുഴങ്ങി. വാദ്യമേളങ്ങളുടെ ധ്വനിയാൽ അന്തരീക്ഷം മുഖരിതമായി. മഗധം, അംഗം, അനുപം, കലിംഗം, നാഗപുരം, പാണ്ഡ്യം തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നെത്തിയ രാജാക്കന്മാരെ തോഴിമാർ മല്ലികയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. മല്ലിക ആരുടെ നേർക്കും നേരെ വരണമാല്യമുയർത്താതെ മുന്നോട്ട് നടന്നു. ആരെയും വരിക്കാതിരിക്കുന്നത് ഇതിൽ പങ്കെടുക്കാനെത്തിയവരെയെല്ലാം അപമാനിക്കുന്നതിന് തുല്യമാണ്. യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയാകും ഫലം. മല്ലികയ്ക്കതറിയാമായിരുന്നു. അത്തരം പല കഥകളും കേട്ടിരിക്കുന്നു. ഇനി ഒരുപക്ഷെ കാളിദാസൻ എത്തിച്ചേർന്നാലും അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ വരണമാല്യം ചാർത്താൻ സാധിച്ചാലും സംഘർഷം ഉണ്ടായിക്കൂടുന്നില്ല. കാളിദാസൻ രാജാവല്ല. അദ്ദേഹത്തിന് സൈന്യമില്ല. പിന്നെ അദ്ദേഹത്തിനു വേണ്ടി ആരാണ് പോരാടാനുണ്ടാകുക? കാളിദാസൻ എത്തിച്ചേരുമെന്നും അനർത്ഥങ്ങളൊന്നും ഉണ്ടാവില്ല എന്നും ആശ്വസിക്കാനേ നിവൃത്തിയുള്ളൂ.